Thank you, Arthur sir. So once again, good evening all. I'm Gopika from S2IT, and today I'll be a quizmaster for the next 1.5 hours. And along with me, I'm having two scorers as well. One is Anurag from S2 Mechanics, and the other one is Aditya from S2 EC. So before proceeding, I would like to thank all the participants who took part in the prelims. We got around 52 responses from the students and around 20 responses from the faculty side. From that, we have shortlisted 6 finalists, and they will be competing in this quiz as a group of 2. So let's check the quiz out. Okay. So here we are in the finals. Pratika and Prashnotra GCI presents Film Q, the mega final. So before moving on to the quiz, I would like to say 2 general guidelines. Audience are not allowed to unmute their mic, and they'll be given special chance to answer. And I'm extremely sorry to say that our chat box is under temporary lockdown, and you won't be able to send messages in that. Then, before starting the quiz, I would like to give a small question. So first, let's check out the 5 rounds of cinematic journey. Before that, okay. So round 1 is a filmy trivia. It's a picture-based quiz round, and round 2, catch the dialogues. Dialogues from different films will be played, and you should identify the film. Round 3 is again just like round 2. It's a BGM fiesta. BGMs will be played, and you should identify the films. Round 4, lines to reels. It's about a book which later got adapted into a film. Round 5 is guess yourself. It's just similar to the prelims, wherein you will be given several clues, and you should solve the riddles and find out the person behind it. Okay. So let's go to round 1, filmy trivia. The before starting, ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ തരുന്നതായിരിക്കും. എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ക്രിക്കറ്റ് പോലത്തെ മത്സരങ്ങളൊക്കെ ടോസ് ഇട്ടിട്ടായിരിക്കും തീരുമാനിക്കുക ആര് ബാറ്റ് ചെയ്യും ആര് ബൗൾ ചെയ്യും. അപ്പോൾ അതേപോലെ ഇവിടെ നമ്മളൊരു ക്വസ്റ്റ്യൻ ആണ് തരുന്നത്. അതിന് വേണ്ടിയിട്ട് 2 ഗ്രൂപ്പിൽ നിന്നും ഒരാൾക്ക് വീതം ആൻസർ ചെയ്യാം. ഒരാൾ ആരാണെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ട് പറയാം ആര് ആൻസർ ചെയ്യുന്നു. ഒന്ന് ശ്രദ്ധിക്കുക, മത്സരാർത്ഥികൾ ദയവായി അവരുടെ വീഡിയോ ക്യാമറ വീഡിയോ ഓണാക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ. ഇപ്പൊ വന്ന 2 പേര് റെഡിയാണോ? ഓക്കെ ആണ്. ഞാൻ ക്വസ്റ്റ്യൻ പറയാം, അത് അറിയുന്നവര് ഹാൻഡ് റൈസ് ചെയ്യണം. ഓക്കെ. ഫാക്കൽറ്റി സൈഡിൽ നിന്ന് ഒരാൾ വേണം, സ്റ്റുഡൻറ് സൈഡിൽ നിന്ന് ഒരാൾ വേണം. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? സോ ക്വസ്റ്റ്യൻ ഒന്നുമല്ല, നമ്മുടെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന 2 സോങ്സ് ഉണ്ട്. ഒന്ന് മാണിക്യച്ചിറകുള്ള എന്ന് പറയുന്ന ഇടുക്കി ഗോൾഡ് ഫിലിമത്തെ സോങ്ങും, മറ്റൊന്ന് മഹേഷിന്റെ പ്രതികാര മൂവിയിലെ മലമേൽ തിരിവെച്ചു. അപ്പൊ ഇതില് ഇടുക്കി ഗോൾഡിലെ മാണിക്യച്ചിറകുള്ള എന്ന ആ സോങ്ങിന്റെ ലിറിക്സ് എഴുതിയത് ആരാണെന്ന് എന്നാണ് ക്വസ്റ്റ്യൻ. ഹാൻഡ് റേസ് ചെയ്യാം.
Contestants. അറിയില്ല. സ്റ്റുഡൻസിന് അറിയില്ല. മഹേഷിന്റെ പ്രതികാരം മൂവിയില് സോങ്ങിന്റെ ലിറിക്സ് എഴുതിയതും സെയിം ആള് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അറിയാം. ഓക്കെ, റഫീഖ് അഹമ്മദ്. ഓക്കെ, ദാറ്റ്സ് ദ റൈറ്റ് ആൻസർ. Yes. ആൻസർ പറഞ്ഞത് ഫാക്കൽറ്റി ഓർ സ്റ്റുഡന്റ്? ഫാക്കൽറ്റി അല്ലേ? ഫാക്കൽറ്റി. ഓക്കെ, അപ്പോ ജസ്മിൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫാക്കൽറ്റീസിനോടായിരിക്കും പോവുക. അതേപോലെ സെക്കൻഡ് റൗണ്ടിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരിക സ്റ്റുഡൻസിനായിരിക്കും. ഇങ്ങനെ ആൾട്ടർനേറ്റീവ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. ക്ലിയർ ആയില്ലേ? ക്ലിയർ ആണ്. റൗണ്ട് 1 ഫിലിമി ട്രിവിയയുടെ റൂൾസ് നോക്കാം. So we will have 6 interesting and must know kind of questions in this round. Every question is associated with an image which can be a hint to the right answer. You will have 30 to 60 seconds to answer these questions. Right answer will secure 10 points and no negative marks for this round. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു പിക്ചർ ബേസ്ഡ് റൗണ്ട് ആണ്. ഒരു പിക്ചർ കാണിക്കും സ്ക്രീനിൽ, ക്വസ്റ്റ്യൻ ഉണ്ടാവും. നിങ്ങൾക്ക് 60 സെക്കൻഡ്സ് വരെ ടൈം ഉണ്ട് ആൻസർ പറയാനായിട്ട്. ഡിസ്കസ് ചെയ്തിട്ട് പറയാം. 10 പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് ആൻസർ കറക്റ്റ് ആണെങ്കിൽ ലഭിക്കുക. നെഗറ്റീവ് മാർക്കിങ്സ് ഒന്നുമില്ല. അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫാക്കൽറ്റീസിനോടാണ്. ക്വസ്റ്റ്യൻ പ്ലീസ്. സ്ക്രീൻ ഇപ്പൊ വിസിബിൾ അല്ലേ? ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. തമിഴിലെ അറിയപ്പെടുന്ന ഛായാഗ്രഹകനും സംവിധായകനുമായ KV ആനന്ദിന് കരിയറിൽ സ്വന്തമായുള്ള ഏക നാഷണൽ അവാർഡ് ഒരു മലയാള സിനിമയ്ക്കാണ്. ഏതാണ് ആ സിനിമ? തേന്മാവിൻ കൊമ്പത്ത് കറക്റ്റ് ആൻസർ ആണ്. ഫാക്കൽറ്റീസിന് ഇവിടെ 10 പോയിന്റ്സ് കിട്ടിയിരിക്കുകയാണ്. സ്കോറേഴ്സ് പ്ലീസ് നോട്ട്. അടിപൊളി. അത് സർ ആൻസർ മാർക്സ് നോട്ട് ചെയ്തില്ലേ? സോ തേന്മാവിൻ കൊമ്പത്തായിരുന്നു കറക്റ്റ് ആൻസർ. അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റുഡൻസിന്റെ സൈഡിലേക്കാണ്. ക്വസ്റ്റ്യൻ പ്ലീസ്. ജോൺ മാൽക്കോവിച്ച് എന്ന പ്രശസ്ത അമേരിക്കൻ അഭിനേതാവും സംവിധായകനുമായ ഇദ്ദേഹം നിർമ്മാണ പങ്കാളിയായ ആദ്യ ഇന്ത്യൻ സിനിമ ഒരു മലയാളിയുടേതാണ്. ആ മലയാളി സംവിധായകൻ ആര്? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? നമുക്ക് 3 പേർ കൂടി ആലോചിച്ച് ഉത്തരം പറയാം. ആർക്കെങ്കിലും അറിയൂ? ഹലോ സിനിമ ക്ലിയർ ആവുന്നില്ല. കണ്ടിട്ടുണ്ട്, പക്ഷെ കിട്ടുന്നുണ്ട്. എല്ലാരും വീഡിയോ ഓൺ ആക്കാൻ ശ്രദ്ധിക്കുക. ആനന്ദ്, ഇത് സിനിമയുടെ പേരല്ല കേട്ടോ, ആ സംവിധായകന്റെ പേരാണ്. ഒന്നുകൂടി ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിച്ചിട്ട് ആൻസർ പറയണം. സർ ടൈം കഴിഞ്ഞു. ഓക്കെ, ഫാക്കൽറ്റീസിന്റെ സൈഡിൽ നിന്ന് ആർക്കെങ്കിലും ആൻസർ അറിയെങ്കിൽ പറയാം.
സോഹൻലാലാണോ? സോഹൻലാൽ. അല്ല. അടൂർ ഗോപാലകൃഷ്ണനാണോ? ഓഡിയൻസിന് നോ, ദാറ്റ്സ് റോങ് ആൻസർ. ഓഡിയൻസിന്റെ സൈഡിലേക്ക് ഇട്ടിരിക്കുകയാണ്. ഓഡിയൻസ്. ഓഡിയൻസ്. ഓക്കെ, ഓഡിയൻസിന് ആരുമില്ല. ആർക്കും അറിയില്ല എന്നാണ് തോന്നുന്നത്. നമുക്ക് ആൻസർ. ഇറ്റ് വാസ് സന്തോഷ് ശിവൻ, സെലിബ്രേറ്റഡ് സിനിമാറ്റോഗ്രാഫർ. ടെററിസ്റ്റ് എന്ന മൂവിക്ക് വേണ്ടിയിട്ടാണ്, ടെററിസ്റ്റ് എന്ന തമിഴ് ഫിലിമിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് കൂടെ സഹ പ്രൊഡ്യൂസർ ആയിട്ട് വന്നത്. അപ്പോ ഈ റൗണ്ടിൽ സ്റ്റുഡൻസിന് പോയിന്റ്സ് ഇല്ല. ഈ ക്വസ്റ്റ്യന് സ്റ്റുഡൻസിന് പോയിന്റ്സ് ഇല്ല. പിന്നെ മൈക്ക് എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കണം, എക്കോ വരുന്നുണ്ട്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ goes to faculties. മലയാളത്തിലെ എക്കാലത്തെയും ക്ലാസിക്കുകളിൽ ഒന്നായ തൂവാനത്തുമ്പികളിലെ പ്രശസ്തമായ പശ്ചാത്തല സംഗീതം മനോഹാരിത ഒട്ടും ചോരാതെ വീണ്ടും ഉപയോഗിച്ച 2 മലയാള സിനിമകൾ ഏതൊക്കെ? 2 മലയാള സിനിമകൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരെണ്ണം പറഞ്ഞാലും നിങ്ങൾക്ക് ഫുൾ പോയിന്റ്സ് തരുന്നതായിരിക്കും. ഫാക്കൽറ്റീസ്. ക്ലൂ എല്ലാം ഉണ്ടോ? ക്ലൂ എന്ന് പറയാനായിട്ടില്ല. ഡിസ്കസ് ചെയ്തോട്ടെ. ഡിസ്കസ് ചെയ്യാം. സാർമാർക്ക് 3 നേരത്തെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ജസ്ബിൻ, എന്തോ നമ്മള് ഇത് മറ്റേ ആ സംവിധായകന്റെ തന്നെ അനൂപ് മേനോന്റെ സിനിമയല്ലേ? അതന്നെ. ബ്യൂട്ടിഫുൾ ആണോ? അതെ, ബ്യൂട്ടിഫുൾ അല്ല. അനൂപ് മേനോനും പിന്നെ മേഘന അഭിനയിച്ചത്. അത് ബ്യൂട്ടിഫുള്ളാ. ടൈം ഉറപ്പിക്കാവോ? ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുൾ. ചെക്ക് ചെയ്യാം ആൻസർ. റൈറ്റ് ആൻസർ ആണ്. ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന മൂവി കൂടി ഉണ്ട്. 2 മൂവീസ് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോ 10 പോയിന്റ്സ് goes to faculties. അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സ്റ്റുഡൻസിനോടാണ് ക്വസ്റ്റ്യൻ പ്ലീസ്. മലയാളത്തിലെ ഒരു പ്രശസ്ത സിനിമയിലെ അത്ര തന്നെ പ്രശസ്തമായ ഒരു ഫ്രെയിമാണിത്. ഈ സിനിമയുടെ സംവിധായകൻ ആര്? സിനിമ ഏതാന്ന് ഐഡന്റിഫൈ ചെയ്യണം, എന്നിട്ട് അതിന്റെ സംവിധായകനെയാണ് ചോദിച്ചിരിക്കുന്നത്. അറിയോ ആർക്കെങ്കിലും? ഹലോ, എനിക്ക് തോന്നുന്നു കാലാപ്പാനിയാന്ന് തോന്നുന്നു പടം. പ്രിയദർശൻ. ഉറപ്പിക്കട്ടെ? വേറെ ആർക്കെങ്കിലും ഏതെങ്കിലും ഒപ്പീനിയൻ ഉണ്ടോ? അറിയോ? ഹേമന്ത് ഉണ്ട്. ഏതാ? അല്ല, ഹേമന്ത് ഉണ്ട്. അവനല്ല പറയണ്ട. വേറെ ഒപ്പീനിയൻ ഉണ്ടോ അത് പറയും, ഇല്ലെങ്കിൽ ഉറപ്പിക്കട്ടെ? ഓക്കെ, ടൈം സർ. കാലാപ്പാനി, പ്രിയദർശൻ. ആൻസർ നോക്കാം. ഇറ്റ്സ് റൈറ്റ് ആൻസർ. കാലാപാനി എന്ന മൂവിക്ക് വേണ്ടി പ്രിയദർശൻ സംവിധാനം ചെയ്തു. അപ്പോ പ്രിയദർശൻ ആണ് നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ. 10 പോയിന്റ്സ് സ്റ്റുഡൻസിന് ലഭിച്ചിരിക്കുകയാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ റൗണ്ടിൽ ഫാക്കൽറ്റീസിനോടുള്ള അവസാന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, മലയാളത്തിലെ ഗന്ധർവ സംവിധായകൻ പത്മരാജന്റെ പല കൃതികളും സിനിമകളായിട്ടുണ്ട്.
അദ്ദേഹത്തിന്റെ മരണശേഷം പിൽക്കാലത്ത് സിനിമയാക്കപ്പെട്ട ഒരു കൃതിയാണ് ഓർമ്മ. ഈ കൃതിയെ ആസ്പദമാക്കി ഇറങ്ങിയ സിനിമ അന്നത്തെ 5 സംസ്ഥാന അവാർഡുകളും ഒരു നാഷണൽ അവാർഡും കരസ്ഥമാക്കി. ഏതാണ് ആ സിനിമ? ഫാക്കൽറ്റീസ്. ഫാക്കൽറ്റീസിനെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. നാഷണൽ അവാർഡ് കിട്ടിയ പടം ഓർമ്മ എന്ന കൃതിയെ ആസ്പദമാക്കി ഇറങ്ങിയ ചിത്രമാണ്. 5 സംസ്ഥാന അവാർഡും ഒരു നാഷണൽ അവാർഡും കരസ്ഥമാക്കി. അനീഷ ഓർമ്മ നഷ്ടപ്പെടുന്ന സിനിമയാണോ മോഹൻലാലിന്റെ? തന്മാത്രക്ക് നാഷണൽ അവാർഡ് കിട്ടിയോ? ആണെന്ന് തോന്നുന്നു അല്ലേ? അല്ല, അതാവോ? നാഷണൽ അവാർഡ് ഏതെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടാവൂലേ? ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാവും അല്ലേ? തന്മാത്ര അല്ലേ? തന്മാത്ര പറഞ്ഞോ സാറേ. തന്മാത്ര ഉറപ്പിച്ചു. ഓക്കെ, തന്മാത്ര. യെസ്. വെരി ഗുഡ്. റൈറ്റ് ആൻസർ ആണ്. ഓർമ്മയെ ആസ്പദമാക്കി മറവിയെ ചർച്ച ചെയ്ത ഒരു ചിത്രമായിരുന്നു തന്മാത്ര. അപ്പോ ഫാക്കൽറ്റീസിന് ഇവിടെ 10 പോയിന്റ് ലഭിച്ചിരിക്കുകയാണ്. താങ്ക് യു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് റൗണ്ട് 1. ശ്രദ്ധിക്കുക, കണ്ടസ്റ്റൻസ് ആൻസർ പറയാത്ത സമയത്ത് മൈക്ക് ഓഫ് ആക്കി വീഡിയോ ഓൺ ആക്കി ഇരിക്കുക. ഉത്തരം പറയുമ്പോൾ മൈക്ക് ഓൺ ആക്കുക. ഫുൾ ടൈം വീഡിയോ ഓൺ ആക്കി വെക്കുന്നത് ശ്രദ്ധിക്കുക. സ്റ്റുഡൻസിനോടാണ്. കേരളത്തിലെ അറിയപ്പെടുന്ന നർത്തകനും അഭിനേതാവുമായ വിനീതിന് 2020 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചത് ഏത് വിഭാഗത്തിലാണ്? ഏത് സിനിമയ്ക്കാണ്? 2 ഉത്തരം വേണം നിങ്ങൾ പറയാനായിട്ട്. വിഭാഗം ഏതാണെന്നും പറയണം, അത് ഏത് സിനിമയാണെന്നും പറയണം. ശരിയാ. വിഭാഗം ഏതാണെന്ന് കൂടി പറയണം. ലൂസിഫർ എന്ന മൂവിക്ക് വേണ്ടിയിട്ട് വിവേക് ഒബ്രോയ്ക്ക് ആണ് ഡബ് ചെയ്തത്. അതേപോലെ തന്നെ അറബിക്കടലിന്റെ സിംഹം, മരക്കാർ എന്ന മൂവി അർജുൻ സർജയ്ക്ക് വേണ്ടി അദ്ദേഹം ഡബ് ചെയ്യുകയുണ്ടായി. ഇവിടെ 10 പോയിന്റ്സ് സ്റ്റുഡൻസിന് ലഭിച്ചിരിക്കുകയാണ്. റൗണ്ട് 1 ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് സ്കോർ നില ഒന്ന് നോക്കാം. സ്കോറസ്. ഫാക്കൽറ്റീസ് കൊടുത്ത 3 ക്വസ്റ്റ്യനും കറക്റ്റായി പറയുണ്ടായി. അപ്പോൾ അവർക്ക് 30 പോയിന്റ്സും സ്റ്റുഡൻസിന് 20 പോയിന്റ്സാണ് ഉള്ളത്. റൗണ്ട് 1 അവസാനിച്ചപ്പോ ഫാക്കൽറ്റീസ് 10 പോയിന്റിന്റെ ലീഡിലാണ്. സ്റ്റുഡൻസ് ഒരു 10 പോയിന്റിന് ബാക്കിലുമാണ്. റൗണ്ട് 2ലേക്ക് കടക്കാം. ക്യാച്ച് ദ ഡയലോഗ്സ്. Trust your ears, not the eyes. Let's check out the rules. This will be a memory test for you. We will play some of your favorite dialogues and you have to name the film in 30 to 60 seconds. The audio won't repeat and you have only 1 attempt to answer. Right answer will secure 10 points and no negative marks for this round. ഈ റൗണ്ടിൽ ഒരു ഓഡിയോ പ്ലേ ചെയ്യിക്കും. അത് ഒരു വട്ടമേ പ്ലേ ചെയ്യുകയുള്ളൂ. ഒരു ആൻസറെ പറയാൻ പറ്റുള്ളൂ. പിന്നെ 10 പോയിന്റ്സ് തന്നെയാണ്, നെഗറ്റീവ് മാർക്കിംഗ് ഒന്നുമില്ല. അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതിൽ പോകുന്നത് സ്റ്റുഡൻസിനോടാണ്. ക്വസ്റ്റ്യൻ പ്ലീസ്. എല്ലാരും മ്യൂട്ട് ചെയ്തിരിക്കുക. ഡിഫൻസ് സാക്ഷികളെ അനാവശ്യമായി ചോദ്യങ്ങൾ ഉന്നയിച്ച് കൺഫ്യൂസ് ചെയ്യിക്കുക. എങ്കിൽ നിങ്ങൾ പറയണം എപ്പോഴാണ് ഒരു പെൺകുട്ടിക്ക് ഈ നാട്ടിൽ അസമയമെന്ന്. നിയമപുസ്തകങ്ങൾ മാത്രം ഉദ്ധരിച്ച് വാദിക്കുന്ന മിസ്റ്റർ കാവൽ പറയണം, ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുസരിച്ച് എപ്പോഴാണ് പെൺകുട്ടിക്ക് അസമയം? അങ്ങനെ ആനയെ മാത്രമില്ലാത്തൊരു അസമയം ഒരു പെൺകുട്ടിക്ക് മാത്രമായിട്ട് ഇവിടെ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ആൻ ഇൻഫ്രിഞ്ച്മെന്റ് ഓഫ് ദി ബേസിക് റൈറ്റ്സ് ഓഫ് ആൻ ഇന്ത്യൻ സിറ്റിസൺ. സ്റ്റുഡൻസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മൂവിയുടെ നെയിം പറയാം. ക്വീൻ. Queen is the right answer. 10 points goes to students.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫാക്കൽറ്റീസിനോടാണ്. ഓഡിയോ ശ്രദ്ധിച്ച് കേൾക്കുക. ഈ വഞ്ചി തുഴയാമെന്ന് സാർ വ്യാമോഹിക്കണ്ട. ഈ വള്ളം ഞാൻ മുക്കും. 20 MLA മാർ എന്റെ കയ്യിലാണ്. സോറി, 21 ഭരണകക്ഷി MLA മാർ എന്റെ കയ്യിലാണ്. എന്നെ തൊട്ടാൽ നാളെ പ്രതിപക്ഷത്തിന്റെ അവിശ്വാസ പ്രമേയം വരും. ഈ വള്ളം മുങ്ങും. പ്രതിപക്ഷത്തിന്റെ സഹായത്തോടെ ഞാൻ വേറെ വള്ളം ഇറക്കും. ഞാനായിരിക്കും അതിന്റെ അമരക്കാരൻ. ഞാൻ മുഖ്യമന്ത്രിയായാൽ പിന്നെ നിങ്ങളുടെയൊക്കെ അന്ത്യമായിരിക്കും. എനിക്ക് മേലെ കീഴ് നോക്കാനില്ല. നിങ്ങൾ കവലച്ചട്ടമ്പയാണെന്നല്ലേ പറഞ്ഞത്? ഞാൻ അതിനേക്കാൾ തല്ലിപ്പൊളിയാണ്. ഭൂമിയിലെ രാജാക്കന്മാർ. നമുക്ക് നോക്കാം. റൈറ്റ് ആൻസർ. ഫാക്കൽറ്റീസിനും 10 പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. സ്റ്റുഡൻസിനോട് അടുത്ത ക്വസ്റ്റ്യൻ. ബാല്യം നന്നാവുമ്പോൾ കൗമാരവും നന്നാവും, യൗവനവും നന്നാവും. പിന്നെ ഇന്നിവിടെ വരുന്ന ഈ കയ്യടിയുടെ കഥ പേരക്കുട്ടികളോട് പറഞ്ഞു പറഞ്ഞ് വാർദ്ധക്യവും നന്നാവും. ഞാനീ പറയുന്നത് സ്നേഹമല്ലാതെ പകരം ഒന്നും ആവശ്യപ്പെടാത്ത ഇവരുടെ ഗുരുദക്ഷിണ നൽകിയ വിനയത്തിൽ നിന്ന്, അതുള്ളിടത്തോളം കാലം തോൽക്കാൻ എനിക്ക് അവകാശമില്ല എന്ന തിരിച്ചറിവിൽ നിന്ന്, once again I realized that child is the father of the man. സ്റ്റുഡൻസിനോടാണ് ക്വസ്റ്റ്യൻ. അറിയോ ആർക്കെങ്കിലും? ഏതാ ന്യൂബോളിന്റെ കൂടെയുള്ള ആ സിനിമയാണോ? ഇതിന്റെ കൂടെ ഉള്ളോ? ഒരു പിടുത്തമില്ല, എനിക്കൊരു ഐഡിയ ഇല്ല. ഏതിലും ഗസ് ചെയ്ത് പറഞ്ഞു. ഗസ് ചെയ്ത് പറഞ്ഞു. എനിക്ക് പേര് ഓർമ്മയില്ല. മില്ലി അങ്ങനെന്തോ അങ്ങനെയാണോ? ആ അതെ, ലില്ലി ആവും. മില്ലി. ആൻസർ നോക്കാം. ആ, കൊള്ളാം. ദാറ്റ് വാസ് ദ റൈറ്റ് ആൻസർ. ഈ ചലച്ചിത്രത്തിന്റെ സംവിധായകൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. രാജേഷ് പിള്ളയാണ് ഇതിന്റെ ഡയറക്ടർ. അപ്പോ അദ്ദേഹത്തിന്റെ ഒരുപാട് നല്ല ഫിലിംസ് വന്നിട്ടുണ്ട്. ട്രാഫിക്, വേട്ട എന്നിങ്ങനെ ഒരുപാട് നല്ല മികച്ച ഫിലിംസ് വന്നിട്ടുണ്ട്. 2016 അദ്ദേഹം മരണപ്പെട്ടത്. അപ്പോ രാജേഷ് പിള്ളയെ ഈ ഒരു അവസരത്തിൽ ഓർക്കുകയാണ്. ഇവിടെ സ്റ്റുഡൻസിന് 10 പോയിന്റ്സ് കിട്ടിയിരിക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫാക്കൽറ്റീസിനോടാണ്. കേട്ടോ അമ്മേ, അമ്മയുടെ മോൻ പറഞ്ഞത് കേട്ടോ? കുട്ടിയാരെ അടി കൊടുത്ത് ഞാൻ അനുസരിപ്പിച്ചാണ്. അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ? അവൻ പറയുന്നതിലും കാര്യമില്ലേ? നീ സമാധാനമായിട്ട് ഒന്നുകൂടെ ആലോചിച്ച്. ഓ, അമ്മയും കൂടെ അറിഞ്ഞിട്ടാണല്ലേ? അമ്മേ, പണ്ട് ഇതുപോലൊരു രാത്രിയിലേ ജപ്തി നടക്കണ കാണാൻ വയ്യാന്ന് പറഞ്ഞ് ഉള്ളതൊക്കെ കെട്ടിപ്പറക്കി 4 മക്കളായിട്ട് അമ്മ പുറത്തേക്ക് ഇറങ്ങുമ്പോ ഒരാൾ വന്നു. അന്ന് അമ്മ പറഞ്ഞു കുഞ്ഞമ്മാമ നമ്മുടെ ദൈവമാണ്. പിന്നെ ആ കുഞ്ഞമ്മാമയുടെ മോളോട് അമ്മ തന്നെയാ പറഞ്ഞേ, എന്റെ വിജയന്റെ പെണ്ണാ നീ. വാത്സല്യം വാത്സല്യം. അനീഷ് സാറ് ഭയങ്കര കോൺഫിഡന്റ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം. കറക്റ്റ് ആൻസർ ആണ്. അപ്പോ അതിന്റെ ഒരു കോൺഫിഡൻസ് ആണ് നമ്മളിപ്പോ കണ്ടത്. 10 പോയിന്റ്സ് ഫാക്കൽറ്റീസിന് ഇവിടെ ലഭിച്ചിരിക്കുകയാണ്. നെക്സ്റ്റ് സ്റ്റുഡൻസിനോട്. ചൂടാവൊന്നും വേണ്ട. JK കൺസ്ട്രക്ഷൻസിലെ ഒരു സൂപ്പർവൈസറാണ് ഞാൻ. താൻ എന്റെ കീഴിൽ പണിയെടുക്കുന്നത് ഒരു മേസ്ത്രി, അത് മറക്കരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇഷ്ടം പോലെ ഓടിച്ചോളി. നിങ്ങളോ? അല്ല, സാറിന് തോന്നിയാലും ഓടിച്ചോ, ഞാൻ ഓടിക്കും. ഞാനേ പോളിടെക്നിക് പഠിച്ചതാ. യന്ത്രങ്ങളുടെ പ്രവർത്തന രീതിയൊന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട. അതിനാരെതിരെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ, അല്ല സാറ് അങ്ങോട്ട് ഓടിച്ചോ, ഞാൻ ഓടിക്കാം. അറിയോ ആർക്കെങ്കിലും? സിനിമ കണ്ടിട്ടുണ്ട്, പക്ഷെ പേരറിയില്ല. പേര് എനിക്ക് ഓർമ്മയില്ല. പരിപാടി യന്ത്രങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റുകാർക്ക് അത് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഒരു ഐഡിയ ഇല്ല അതൊന്നും.
തലയാണ മന്ത്രം പറയാം. ആർക്കും അറിയത്തില്ല എന്നിക്കുമ്പോ കറക്കി കുത്താം. അറിയണ പറഞ്ഞു. അറിയാൻ പാടില്ല. ആ തലയാണ മന്ത്രം എന്തേലും കറക്കി കുത്തുക. ആൻസർ നോക്കാം. കറക്റ്റ് ആൻസർ ആയിരുന്നു. 10 പോയിന്റ്സ് സ്റ്റുഡൻസിന് ഇവിടെ നേടിയിരിക്കുകയാണ്. ഓക്കെ, ഈ റൗണ്ടിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫാക്കൽറ്റീസിനോടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് കൂവൽ. ഇങ്ങനെ കൂവാവും. കാരണം ഇപ്പോഴേ കൂവാൻ പറ്റും അല്ലേ? പുസ്തകപ്പുഴുക്കളെ പോലെ പഠിച്ച് ഡിഗ്രിയും താങ്ങി റോഡിലോട്ട് ഇറങ്ങിയാൽ ആനയാവാം കുതിരയാവാം എന്നൊന്നും വിചാരിക്കണ്ട. നിങ്ങളൊന്നും ഒരു കൂവാൻ പോകുന്നില്ല. ഫാക്കൽറ്റീസ്, ഒരു പ്രസംഗമാണ് ഇപ്പൊ കേട്ടത്. സാറേ അറിയോ? ഡയലോഗ് ഒന്ന് പറഞ്ഞ അനീഷ, ഡയലോഗ് തരുന്ന. ഞാൻ ക്ലിയർ ആയി കേട്ടില്ല, എനിക്ക് നെറ്റ് ഇടയ്ക്ക് കട്ടായി. ജഗതി പറയുന്ന ഡയലോഗിൽ ഒരു കോളേജിൽ കയറിയിട്ട് ഡയലോഗിന്റെ ഒരു തുടക്കം എന്ന് പറയാം. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ആനയാവാൻ ചേനയാവാം, പക്ഷെ നിങ്ങളൊന്നും ഒന്നും ആവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജഗതി ഒരു തലയിലൊരു കെട്ടൊക്കെ കെട്ടി ഒരു സ്വാമീനെ പോലെ ഒരു കോളേജിന്റെ ഓഡിറ്റോറിയത്തിൽ നിന്ന് പ്രസംഗിക്കുന്ന ഒരു പ്രസംഗമില്ലായിരുന്നു? ഒന്നും കിട്ടുന്നില്ല. ടൈം കഴിഞ്ഞു കേട്ടോ. ശരി, സ്റ്റുഡൻസിന് അറിയോ? മാർക്കൊന്നുമില്ല, പക്ഷെ നിങ്ങക്ക് ഉത്തരം അറിയെങ്കിൽ പറയാം. ഓഡിയൻസ് കുസൃതിക്കുറിപ്പാണോ? കുസൃതി കുറിപ്പല്ല. കുസൃതിക്കാറ്റ്. പ്രശാന്ത് സാർ ആൻസർ പറഞ്ഞേ. സാർ അതിന്റെ വേഷം വരെ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെ. അപ്പോ ഈ റൗണ്ട് ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് സ്കോർ നില നോക്കാം. സ്റ്റുഡൻസിനായിട്ട് ഇപ്പോൾ 30 പോയിന്റ് ആണ് 3 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തുകൊണ്ട് ടീം സ്റ്റുഡൻസ് നേടിയിരിക്കുന്നത്. ഫാക്കൽറ്റി ആണെങ്കിൽ നിർഭാഗ്യവശാൽ ആ ലാസ്റ്റത്തെ കിട്ടാണ്ട് പോയി. അതുകൊണ്ട് അവർക്ക് 20 പോയിന്റിൽ ഒതുങ്ങേണ്ടി വരികയാണ്. ഫസ്റ്റത്തെ റൗണ്ടിന്റെ മറുപടിയാണ് നമ്മുടെ സ്റ്റുഡൻസ് കൊടുത്തിരിക്കുന്നത് ഫാക്കൽറ്റീസിന്. ടോട്ടൽ മാർക്ക് ടോട്ടലായിട്ട് ഇപ്പോൾ 2 പേർക്കും 50-50 ആണ് മാർക്ക് വരുന്നത്. സ്റ്റുഡൻസ് അപ്പോ ആ ഒരു 10 പോയിന്റ് ഫസ്റ്റ് റൗണ്ടിൽ നഷ്ടപ്പെടുത്തിയത് ഇവിടെ തിരിച്ചു പിടിച്ച് കട്ടക്ക് എത്തിയിരിക്കുകയാണ്. 50-50 ആയിട്ട് നിൽക്കുകയാണ് ഇപ്പൊ പോയിന്റ് നില. നമുക്ക് മൂന്നാമത്തെ റൗണ്ടിലേക്ക് പോകാം. BGM ഫേസ്റ്റ റൂൾസ്. BGM is one of the most influential part for any movies to progress. We will play some of the BGM and you have to name the film in 30 to 60 seconds. The BGM won't repeat and you have only one attempt to answer. Right answer will secure 10 points and no negative marks for this round. കഴിഞ്ഞ റൗണ്ടിലെ പോലെ തന്നെ ഒരു വട്ടേ പ്ലേ ചെയ്യുകയുള്ളൂ, ഒരു ആൻസറെ പറയാൻ പറ്റുകയുള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫാക്കൽറ്റീസിനോടാണ്. ക്വസ്റ്റ്യൻ പ്ലീസ്. Faculties. ജസ്മിൻ, ഇല്ല എനിക്ക് കിട്ടിയില്ല. ഇത് ഏതാ മൂവി എന്ന് പറഞ്ഞാ മതി. കേട്ടിട്ടുണ്ട്. അലീഷ് സാർ വല്ലതും ഓർക്കുന്നുണ്ടോ? ഒരു സെലിബ്രേറ്റഡ് BGM എന്ന് വേണമെങ്കിൽ പറയാം. അതെ, നാക്കിന്റെ തുമ്പത്തേക്കോ കിട്ടുന്നില്ല. സിനിമയാണോ പറയണ്ടേ? അതെ, സിനിമ മാത്രം പറഞ്ഞാൽ മതി. നായകൻ ആരാന്നല്ലോ ഓർക്കുന്നുണ്ടോ സാറേ?
റീസെന്റ് എങ്ങാണ്ട് മൂവിയാണ്. ആൻസർ അറിയില്ല. ഒരു മിനിറ്റ്. അനീസ് സാറേ, എനിക്കറിയില്ല. 1983. ഓക്കെ, ആൻസർ നോക്കാം. 1983 ശരി ഉത്തരമാണ്. ഗോപി സുന്ദർ എന്ന സംഗീത സംവിധായകന് നാഷണൽ അവാർഡ് കൂടി കിട്ടിയ ഒരു ചിത്രമായിരുന്നു. അപ്പോ 10 പോയിന്റ്സ് ഇവിടെ ഫാക്കൽറ്റീസ് നേടിയിരിക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സ്റ്റുഡൻസിനോടാണ്. ബീജിയം ശ്രദ്ധിച്ചു കേൾക്കാം. മൂവിയുടെ നെയിം മാത്രം പറഞ്ഞാൽ മതി. അറിയോ? ബോയിങ് അല്ലല്ലോ. ഏതാ? ഹരിഹരൻ ഇൻഹരി നഹർ. ഉറപ്പിക്കല്ലേ? ശരി ഉത്തരാണ്. എസ് ബാലകൃഷ്ണൻ ആയിരുന്നു അതിന്റെ സംഗീത സംവിധായകൻ. അപ്പോ ഇവിടെ സ്റ്റുഡൻസിന് 10 പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫാക്കൽറ്റീസിനോട്. അനീസ് സാറേ, അറിയോ? കേട്ടു. അതെ, എനിക്ക് തോന്നി. പറഞ്ഞോ. അപ്പം തൂവാനത്തുമ്പി. അത് റോങ് ആൻസർ ആണ്. കുഴപ്പമില്ല. ജോൺസൺ മാഷ് ആയിരുന്നു സംഗീത സംവിധായകൻ. ഓഡിയൻസിന് പറയാനുള്ള അവസരം തരണമായിരുന്നു. പെട്ടെന്ന് സ്ലൈഡ് മാറിപ്പോയതാ. നമുക്ക് പറക്കാം മുന്തിരിത്തോപ്പുകളാണ് കറക്റ്റ് ആൻസർ. എനിക്കറിയായിരുന്നു, അത് പറയാൻ വേണ്ടിയായിരുന്നു. ഇനിയും വരും. ഓക്കെ, അപ്പോ ഫാക്കൽറ്റീസിന് ഹലോ സർ, അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. സ്റ്റുഡൻസ് കിട്ടിയാ? കേട്ടിട്ടുണ്ട്. ഹലോ, അറിയില്ല. നിങ്ങൾക്കറിയോ? കിട്ടി. അറിയത്തില്ല ആർക്കും. ഫാക്കൽറ്റീസിന് പാസ് ചെയ്യാണ്. ഗാന്ധർവം. ശരി ഉത്തരമാണ്. SP വെങ്കടേഷ് വാസ് മ്യൂസിക് ഡയറക്ടർ. ഇവിടെ പോയിന്റ്സ് ഒന്നുമില്ല, രണ്ടു കൂട്ടർക്കും പോയിന്റ്സ് കിട്ടില്ല. അപ്പോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫാക്കൽറ്റീസിനോടുള്ള ക്വസ്റ്റ്യൻ ആണ്.
Faculties. സാറേ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. ഇല്ല, എനിക്ക് കേൾക്കുന്ന ഒരു ഐഡിയ കിട്ടുന്നതിന് മുമ്പ് അത് തീർന്നു. ഞാൻ ഒന്ന് ഗസ് ചെയ്യട്ടെ. അനിയത്തിപ്രാവാണ്. റൈറ്റ് ആൻസർ ആണ്. ഔസേപ്പച്ചന്റെ സംഗീത സംവിധാനമാണ്. അപ്പോ ഫാക്കൽറ്റീസിന് ഇവിടെ 10 പോയിന്റ്സ് കിട്ടിയിരിക്കുകയാണ്. ഈ റൗണ്ടിലെ അവസാന ക്വസ്റ്റ്യൻ സ്റ്റുഡൻസിനോടുള്ളത്. ദേവദൂതൻ. സോ ആൻസർ മുന്നേ വന്നു കഴിഞ്ഞു. ദേവദൂതൻ കറക്റ്റ് ആൻസർ ആണ്. വിദ്യാസാഗർ കേരള സ്റ്റേറ്റ് അവാർഡ് കൂടി ഈ ഒരു ചലച്ചിത്രത്തിൽ കൂടെ അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. അപ്പോ സ്റ്റുഡൻസിന് ഇവിടെ 10 പോയിന്റ്സ് കിട്ടിയിരിക്കുകയാണ്. ഈ റൗണ്ട് ഇവിടെ തീർന്നു. നമുക്ക് സ്കോർ നിലയൊന്ന് നോക്കാം. ഈ റൗണ്ടിൽ ഫാക്കൽറ്റീസും സ്റ്റുഡൻസും 2 ക്വസ്റ്റ്യന് വീതം ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 ടീംസിനും 20 സ്കോർ വീതമാണ് കിട്ടുന്നത്. മത്സരം കുറച്ച് വാശിയേറിയ നിലയിലാണ് പോകുന്നത്. 2 ടീംസിനും 70 സ്കോറിന്റെ ടൈ നിലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതുവരെ വന്ന 3 റൗണ്ടും ഒരേപോലത്തെ സ്കോറും ക്രൈറ്റീരിയ ഒക്കെ ഒരേപോലെ ആയിരുന്നു. പക്ഷെ ഇനി അങ്ങോട്ടുള്ള 2 റൗണ്ട് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ആൻസേഴ്സ് ഒക്കെ പറയാനായിട്ട്. ഓക്കെ, നമുക്ക് 4th റൗണ്ടിലേക്ക് പോകാം. ലൈൻസ് ടു റീൽസ്. We have a handful of movies adapted directly from the literature. Here we play some clippings of those movies, and you may have to identify both the movie as well as the original literary work. Right answer will secure 10 points, 5 for the movie and 5 for original work, and no negative marks for this round. ഇവിടെ നമ്മളൊരു വീഡിയോ പ്ലേ ചെയ്യും. അത് ഏത് മൂവി ആണെന്നും നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. കൂടാതെ അത് ഏത് ബുക്കിന്റെ അഡാപ്ഷൻ ആണെന്ന് കൂടി പറയണം. ഒരു ആൻസർ പറയുമ്പോൾ നിങ്ങൾക്ക് 5 പോയിന്റ് ആണ് കിട്ടുക. അങ്ങനെ ടോട്ടൽ 10 പോയിന്റ്സ് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോ മൂവി നിങ്ങൾക്ക് അറിയെങ്കിൽ മൂവി മാത്രം പറയാം, അല്ലെങ്കിൽ രണ്ടും അറിയുകയാണെങ്കിൽ രണ്ടും പറയാവുന്നതാണ്. നോ നെഗറ്റീവ് മാർക്സ് ഇൻ ദിസ് റൗണ്ട്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സ്റ്റുഡൻസിനോടാണ് ക്വസ്റ്റ്യൻ. സ്റ്റുഡൻസ്, ബിജു മേനോൻ സംയുക്ത വർമ്മ താരജോഡിയാണ് സ്ക്രീനിൽ കണ്ടത്. നിങ്ങൾ ഇത് ഏതാ മൂവി എന്ന് ഐഡന്റിഫൈ ചെയ്യണം. അത് ഏത് ബുക്കിൽ നിന്ന് അഡാപ്റ്റ് ചെയ്തതാണെന്ന് കൂടി പറയണം. അറിയോ ആർക്കെങ്കിലും? മേഘ അങ്ങനെ എന്തൊരു സിനിമ ഉണ്ട്? ഇറ്റ്സ് റോങ് ആൻസർ. അറിയില്ല. നീ ഏതാ പറഞ്ഞ? കരിയിലക്കാറ്റ് പോലെ വല്ല. മേഘം അങ്ങനെ മേഘമല്ലല്ലോ. മേഘമല്ല, ഗുൽമോഹർ. അതല്ല, ഒരു ഐഡിയ ഇല്ല. ഫാക്കൽറ്റീസിനോട് ചോദിക്കുകയാണ്. ഫാക്കൽറ്റീസ്. മേഘമൽഹാറാണോ? അല്ല. മഴ. മഴ കറക്റ്റ് ആൻസർ ആണ്. ബുക്ക് ഏതാന്ന് കൂടി പറയണം. മേഘമൽഹാറാണോ? മഴയാണ് ശരി ഉത്തരം. ഓഡിയൻസിന് കൂടി വേണമെങ്കിൽ പറയാവുന്നതാണ്.
ബുക്ക് അറിയില്ല. നഷ്ടപ്പെട്ട നീലാംബരി. പ്രശാന്ത് സ്കോർ ചെയ്യാണല്ലോ. നഷ്ടപ്പെട്ട നീലാംബരി അല്ല, എന്റെ നീലാംബരി. നഷ്ടപ്പെട്ട നീലാംബരി നീലാംബരി. എന്റെ നീലാംബരി. ഓക്കെ, നീലാംബരിയാണ്. മാധവിക്കുട്ടിയുടെ നീലാംബരിയാണ്, അതാണ് ഉദ്ദേശിച്ചത്. മാധവിക്കുട്ടിയുടെ നഷ്ടപ്പെട്ട നീലാംബരി. എന്റെ ഭാഗത്തു നിന്ന് വന്ന മിസ്റ്റേക്ക് ആണ്. നഷ്ടപ്പെട്ട നീലാംബരി തന്നെയാണ്. നഷ്ടപ്പെട്ട നീലാംബരി എന്നാണ് ഞാൻ വായിച്ച ബുക്കാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഫിലിം മഴ, ലെനിൻ രാജേന്ദ്രൻ ആയിരുന്നു സംവിധായകൻ. അപ്പോ ഈ റൗണ്ടിൽ സ്റ്റുഡൻസിനും ഫാക്കൽറ്റീസിനും പോയിന്റ്സ് ഇല്ല. സോറി, ഈ ക്വസ്റ്റ്യന് സ്റ്റുഡൻസിന് പോയിന്റ്സ് ഇല്ല. അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫാക്കൽറ്റീസിനോടുള്ള ക്വസ്റ്റ്യൻ. ഫിലിമിന്റെ പേര് ഇന്നലെയാണ്. ഇന്നലെ. മൂവി ഇന്നലെയാണ്. ബുക്ക് ഏതാന്ന് കൂടി പറയണം. പത്മരാജന്റെ സനീർ സാറേ, സനീർ സാർ അറിയോ പുസ്തകം? പുസ്തകം മറവിയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പുസ്തകമായിരിക്കും. സ്റ്റുഡൻസിന് അറിയാമോ ആൻസർ? ഇന്നലെ കറക്റ്റ് അല്ലേ? ആണല്ലോ, ഇന്നലെ കറക്റ്റ് ആണ്. 5 പോയിന്റ്സ് ഇവിടെ ഫാക്കൽറ്റീസിന് ലഭിച്ചിരിക്കുകയാണ്. നമുക്ക് ബുക്ക് ഏതാന്ന് കൂടി അറിയണം. ഓഡിയൻസിനും പറയാവുന്നതാണ്. ബുക്കിന്റെ പേര് ഇന്നലെ എന്നാണോ? അല്ല, ഫിലിമിന്റെ പേരാണ് ഇന്നലെ. ബുക്കിന്റെ പേര് പറഞ്ഞിട്ടില്ല. ഉത്തരം ആർക്കും അറിയില്ല. വാസന്തി രചിച്ച പുനർജനനം എന്ന നോവലിനെ ആസ്പദമാക്കി പത്മരാജൻ സംവിധാനം ചെയ്ത ഇന്നലെയാണ് ആൻസർ. അപ്പോ 5 പോയിന്റ്സ് ഇവിടെ ഫാക്കൽറ്റീസിന് ലഭിക്കും. ഫിലിം അവര് കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്, ബുക്ക് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റുഡൻസിനോടാണ്. വീഡിയോ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആൻസർ പറയും, ഇല്ലെങ്കിൽ സൗണ്ട് ക്ലാഷ് ആവും. സോ വീഡിയോ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ആൻസർ പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റുഡൻസിനോട്. നന്ദിയില്ലാത്ത ജനങ്ങൾ 12 വർഷം ഇതിലേക്ക് നാപ്പതിനാണ് സേവിച്ചത്. ഒരു ഉണ്ണിമേരിയുടെ പേര് അവർക്ക് ശരീരം മാറ്റാനായില്ലേ? ഇങ്ങനെയല്ലാതെ മറ്റാരെങ്കിലും ലൈറ്റ് പോയപ്പോ ഇരിച്ചിട്ട് അങ്ങോട്ട് ഓടുവോ? അണ്ണാക്കും വെച്ചോട്ട് മൈക്കിലെ പോലെ പണ്ടതിന് ഈ പാചാലിന്ന് വിളിച്ചോണ്ടല്ലായിരുന്നു ഇട്ട് നടന്നുള്ള ഓട്ടം. കൂടിയിരുന്നില്ല പ്രതിപക്ഷത്തിന്റെ ആൾക്കാരായിരുന്നു. ആരെങ്കിലും വെച്ച് തള്ളി കാണും. ഉണ്ണിമേരുടെ കാര്യത്തിൽ ഒഴിച്ചാൽ ഇതിനെ കുറിച്ച് പൊതുവെ ഏത് കാര്യത്തിലാണ് രണ്ട് അഭിപ്രായം ഇല്ലാത്തത്? എന്തായാലും കേരളത്തെ സ്റ്റുഡൻസിന് ആൻസർ അറിയാമോ? അറിയോ ആർക്കെങ്കിലും? ലാൽ സലാം അങ്ങനത്തെ ഏതൊരു സിനിമയുണ്ട്, അത് കേട്ടാണ്. ഏതാ? ലാൽ സലാം അങ്ങനെ ഇതൊന്നും അറിയില്ല. എന്നാണ് തോന്നുന്നത്. അറിയില്ലല്ലോ ആർക്കും. ഞങ്ങക്ക് പറയാമോ? പഞ്ചവടിപ്പാലം. പഞ്ചവടിപ്പാലം മൂവി നെയിം കറക്റ്റ് ആണ്. എഴുത്ത് പഞ്ചവടിപ്പാലം തന്നെയാണെന്ന് തോന്നുന്നു. അല്ല അല്ലേ? ഓഡിയൻസിനോട് പാലം അപകടത്തിലാണോ? അതെ അതെ. ഓൾമോസ്റ്റ്. വേലൂർ കൃഷ്ണൻകുട്ടി രചിച്ച പാലം അപകടത്തിൽ
എന്ന കൃതി ആസ്പദമാക്കി KG ജോർജ് സംവിധാനം രചിച്ച പഞ്ചവടിപ്പാലമാണ് കറക്റ്റ് ആൻസർ. അപ്പോ സ്റ്റുഡൻസിനോടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു, അവരോട് ആൻസർ പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ക്വസ്റ്റ്യനിൽ പോയിന്റ്സ് ഒന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ ഫാക്കൽറ്റീസിനോടാണ്. ഒരു പിന്നാട്ടം ഒരിക്കൽ വെള്ളം എടുത്ത് മുട്ടിയെ വെച്ചിട്ട് നടക്കുന്നത് ചുരുട്ടി കണ്ടൊരു പറയുന്നുണ്ട്. ദുർമരണം വന്നോര് ഭൂമി വിട്ടു പോവില്ല. ആ കുഞ്ഞാത്തല അങ്ങനെ യക്ഷിയായി എന്നാ പറയുന്നത്. നമ്മളെ ഈ പറമ്പും അത്ര നല്ല സ്ഥലമല്ല. കരിമീലിയുടെ ഉപദ്രവം ഉണ്ടെന്ന് അവിടെ നിരത്തിയാ പറയാത്ത പണിക്കന്മാരില്ല. ഒരു ബ്രഹ്മരക്ഷസിനെയും ഈ വഴിക്ക് കണ്ടുകൊണ്ടിട്ട് കൂടെ വിട്ടാ പാടത്തൂടെ വന്നാ മതിട്ടോ. സനീഷ് സാറേ, എന്ന് സ്വന്തം ജാനകുട്ടിക്കല്ലേ സനീഷ് സാറേ? ജസ്ബിൻ അതേന്ന് തോന്നുന്നു. എന്ന് സ്വന്തം ജാനകുട്ടി മൂവിയാണോ ബുക്കാണോ? മൂവി. എന്റെ ജാനകുട്ടി, സോറി, അതാ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. എന്റെ സ്വന്തം ജാനകിക്കുട്ടിയാണ്. ബുക്കിന്റെ പേര് അറിയാമോ? ബുക്കിന്റെ പേര് ഒരു പ്രശസ്ത രചയിതാവാണ്. നീർമാതളം പൂത്തകാലമാണോ? അതിന്റെ എല്ലാം തോന്നുന്നു. അല്ല, റോങ് ആൻസർ ആണ്. സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ഓഡിയൻസിന്. പ്രശാന്ത് സാറിന് അറിയാം. MD വാസുദേവൻ നായരുടെ ചെറിയ ചെറിയ ഭൂകമ്പങ്ങളാണോ? അതെ അതെ, അതാണ് ഉത്തരം. ഫാക്കൽറ്റീസിന് 5 പോയിന്റ്സ് ഫിലിം ശരിയായി പറഞ്ഞതിന് ലഭിക്കുകയാണ്. ജോമോൾ എന്ന അഭിനേത്രിക്ക് സ്പെഷ്യൽ ജൂറി കാറ്റഗറിയിൽ നാഷണൽ അവാർഡ് ലഭിച്ച ഒരു ചലച്ചിത്രമാണിത്. സ്റ്റേറ്റ് അവാർഡും കിട്ടിയിട്ടുണ്ട്. മികച്ച നടിക്കുള്ള സ്റ്റേറ്റ് അവാർഡ് കൂടി കരസ്ഥമാക്കിയിട്ടുണ്ട്. സ്റ്റുഡൻസിനോടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇഷ്ടമുണ്ടോ സന്തോഷം? അറിയാർക്കലും ഏതാന്ന് പറഞ്ഞു, എനിക്കറിയാൻ പാടില്ല. സിനിമ ബുക്ക് യക്ഷിയാണോ? ബുക്ക് ഏതാണ്? യക്ഷിയാണ്. മൂവി അകം. ആൻസർ നോക്കാം. കറക്റ്റ് ആൻസർ ആണ്. 10 പോയിന്റ്സ് സ്കോർ ചെയ്തിരിക്കുകയാണ്. അവര് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഒരു ക്വസ്റ്റ്യന് രണ്ടും അവര് കറക്റ്റ് ആൻസർ പറയുന്നത്. അപ്പോ അവർക്ക് 10 പോയിന്റ് ഇവിടെ ലഭിച്ചിട്ടുണ്ട്. ഈ റൗണ്ടിൽ ആദ്യമായിട്ടാണ് ഒരു ടീം 2 ചോദ്യത്തിനും കറക്റ്റ് ആൻസർ പറയുന്നത്.
അപ്പോൾ ഈ റൗണ്ടിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫാക്കൽറ്റീസിനോട്. ആര് കഥയും മുട്ടുന്നേ മുട്ടുന്നുണ്ടോ? ആരാ? ഞാനാ കുട്ടിയപ്പനാ. എനിക്ക് ചെവി കേൾക്കാം. ടീച്ചറെ ശിവരാത്രി ഉണ്ടേ. എന്നാ ബിസി ആയിരുന്നോ? എന്നാണോ? ഫാക്കൽറ്റീസ്. ജസ്മിൻ സനീ സാറെ അറിയോ? ജസ്വിനെ കുട്ടി സ്ട്രാങ്ക് ആണോ? കുട്ടി സ്ട്രാങ്ക് അത് ബിജു മേനോനല്ലേ? മമ്മൂട്ടി അല്ലേ കുട്ടി സ്ട്രാങ്കില്? പിന്നെ വേറെ അറിയിക്കില്ല. എനിക്ക് ഒരു സംശയമുണ്ട്. ഞങ്ങൾക്ക് സിനിമ കണ്ടിട്ടില്ല, പക്ഷെ എനിക്ക് അതിന്റെ ഒരു ഇത് കണ്ടിട്ട് കുട്ടി സ്ട്രാങ്ക് ആംബിയൻസിലെ ആണെന്ന് എനിക്കും തോന്നിയായിരുന്നു. പക്ഷെ അത് തന്നെ പറയട്ടെ. അത് തന്നെ പറയാല്ലേ? ആ കുട്ടി സ്ട്രാങ്ക് ആണോ? അത് റോങ് ആൻസർ ആണ്. കൃതി ഏതാന്ന്? കൃതി സിനിമ കറക്റ്റ് ആവാതെ കൃതി വേണ്ട ഗോപിക. ഇനി അടുത്ത് നെക്സ്റ്റ് സ്റ്റുഡൻസ് പോകും. സ്റ്റുഡൻസ് ഓഡിയൻസിനായിട്ടും പറയാം. ലീലയാണോ പടം? ലീലയാണോ മൂവി പടം? ലീലയാണ്. കൃതി ഏതാണ്? കൃതിയും ലീല തന്നെയാണ്. ആണല്ലേ? അതെ. പ്രശാന്ത് സാറിനാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കേട്ടോ. ഉണ്ണിയാറിന്റെ ലീല എന്ന ബുക്കിനെ ആസ്പദമാക്കി രഞ്ജിത്ത് സംവിധാനം ചെയ്ത ലീല എന്ന മൂവി തന്നെയാണ് ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. ഫാക്കൽറ്റീസ് ഇവിടെ ആൻസർ പറഞ്ഞില്ല, അപ്പോൾ അവർക്ക് ഈ ഒരു ക്വസ്റ്റ്യന് മാർക്കില്ല. നമുക്ക് സ്കോർ നിലൊന്ന് നോക്കാം. ഇവിടെ 4th റൗണ്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് ടൈ ബ്രേക്കർ എന്ന് പറഞ്ഞ സാധനം വേണ്ടി വരുമോ എന്നുള്ള ഒരു ഡൗട്ടാണ്. കാരണം രണ്ടുപേർക്കും ഇപ്പോൾ 80 പോയിന്റ് ആണ്. രണ്ടുപേരും ഈ റൗണ്ടിൽ 10 പോയിന്റ് വീതം സ്കോർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഒരു സെക്കൻഡ് കുറച്ച് പേര് ആരോ അഡ്മിറ്റ് ആക്കാൻ പറയുന്നുണ്ട്. ഒന്ന് ഇതിലേക്ക് മീറ്റിലേക്ക് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് ബാക്ക് പോയിട്ട് വരാവേ. ഒരു സെക്കൻഡ്, ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഓട്ടോ അഡ്മിറ്റ് ആണ് കൊടുത്തിരുന്നത്, പക്ഷെ എന്തോ പ്രോബ്ലംസ് നേരിടുന്നു എന്നാ പറയുന്നത്. ഓക്കെ, ഇപ്പൊ നിലവിൽ 80 പോയിന്റ് വെച്ചിട്ട് തന്നെ സ്റ്റുഡൻസും ഫാക്കൽറ്റീസും സ്കോർ ചെയ്ത് നിൽക്കുകയാണ്. ഓക്കെ ഗോപിക. നമ്മള് ഈ ഫിലിം ക്യൂസിന്റെ ഫൈനൽ റൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഒരു എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഭാഗമാണ്. നമ്മളെല്ലാവരും എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസും എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സുമാണ്. അപ്പോൾ ഭാവിയിലെ എഞ്ചിനീയേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു റൗണ്ടില് എഞ്ചിനീയേഴ്സ് ആണ് ഈ ഒരു ഫിലിം മേഖലയില് ആൻസേഴ്സ് വരുന്നത്. അഭിനയിക്കുന്ന ആളോ അതോ ഡയറക്ഷനോ അങ്ങനെ എന്തും ആകാം. പക്ഷെ അവരെല്ലാവരും മുൻപ് ഒരു എഞ്ചിനീയർ ആയിരുന്നു ജീവിതത്തിൽ. അപ്പോ ആ എഞ്ചിനീയറെ ഗസ് ചെയ്യുക എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് റൂൾസ് നോക്കാം.
Okay, you can get up to a maximum of 25 points for each question. Each question will have 5 clues to the answer. Right answer in the first clue will ensure 25 points, and the claim for another clue will reduce 5 points. Wrong answer at any clues will deduct 10 points from the total. 5 clues പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് ക്ലൂവിൽ തന്നെ ആൻസർ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 25 പോയിന്റ് നേടാം. നമ്മൾ സെക്കൻഡ് ക്ലൂവിന് വേണ്ടി ക്ലെയിം ചെയ്യുകയാണെങ്കിൽ 5 പോയിന്റ് അതിന്ന് റെഡ്യൂസ് ചെയ്ത് ബാക്കി 20 പോയിന്റ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നിങ്ങൾ ആൻസർ ഗസ് ചെയ്ത് പറയാം, പക്ഷെ ആ ആൻസർ റോങ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ ലഭിച്ച പോയിന്റിൽ നിന്നും 10 പോയിന്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോ സൂക്ഷിച്ചു വേണം കളിക്കാൻ. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റൂൾസ് ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ആയി സ്റ്റുഡൻസിനോ ഫാക്കൽറ്റിക്കോ, കാരണം എവിടെ ഏത് ക്ലൂവിൽ ആൻസർ ചെയ്താലും 10 പോയിന്റ്സ് പോകും. പക്ഷെ നിങ്ങൾക്ക് ഓരോ ക്ലൂവും എത്ര പ്രാവശ്യം വേണോ ആൻസർ ചെയ്യാം. ഓരോ ക്ലൂവും കഴിഞ്ഞിട്ട് ഓരോ പ്രാവശ്യം ആൻസർ ചെയ്യാം. ഇതിലെ എഞ്ചിനീയറുടെ പേര് പറഞ്ഞാൽ മതിയോ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ആർക്കാ ഫസ്റ്റ്? പടത്തിലുള്ള ഒന്ന് ഡയറക്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ നടനായിരിക്കാം. മാർക്കിംഗ് സ്കീം ക്ലിയർ ആണല്ലോ? ആ, അത് നമ്മൾ പറയും, ഇതിനകത്ത് പറയും, ക്വസ്റ്റ്യനിൽ കാണും. മാർക്കിംഗ് സ്കീം എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫാക്കൽറ്റീസിനോടാണ്. Guess the actor from the clues. Clue 1. A graduate in mechanical engineering. ഫാദർ ബ്രാഞ്ച് വെച്ച് തുടങ്ങുകയാണ്. മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ് അദ്ദേഹം. ഒരു അഭിനേതാവാണ്. ഗസ് പറയുമ്പോൾ ഡിസ്കസ് ചെയ്തതിനു ശേഷം പറയാം, കാരണം 10 പോയിന്റ് റോങ് ആൻസർ ആണെങ്കിൽ നിങ്ങൾക്ക് 10 പോയിന്റ് നഷ്ടപ്പെടും. സാറേ, നമ്മളിപ്പോ തൽക്കാലം നിർത്താം. വിനീത് ശ്രീനിവാസന് സംശയം വരും, പക്ഷെ ഇവര് ടിസ്റ്റ് അടുത്തതിൽ ചിലപ്പോ വേറെ ഒന്നും അതെ അതെ അതുകൊണ്ട് പറയണ്ട. Second clue. He is a noted industrialist and his son is also a famous actor in Malayalam films. അദ്ദേഹം കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ കഴിവ് തെളിയിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ മകനും ഒരു അഭിനേതാവാണ്. ഹരിശ്രീ അശോകന്റെ മകൻ ഇങ്ങനെ എന്തോ ഒരു പരിപാടി, പുള്ളി ഒരു എഞ്ചിനീയർ ആണ്. മെക്കാനിക്കൽ എഞ്ചിനീയർ എന്നുള്ളത് നോട്ട് ചെയ്യണം. ടി ജി രവി ആയിരിക്കും. ടി ജി രവിയുടെ മകൻ ശ്രീജിത്ത് രവി. ടി ജി രവി ഒരു നടനായിട്ടാണ് മെയിനായിട്ട് വന്നത്. പിന്നെ ഉള്ളത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗില് വന്നത് അല്ലല്ല, മറ്റേ ശ്രീകുമാരൻ നമ്പി. അത് ആക്ടർ അല്ലല്ലോ. നമുക്ക് അടുത്ത ക്ലൂ കൂടെ കേൾക്കാം സാറേ. ഓക്കെ, അടുത്ത ക്ലൂ. Next clue. He served as the president of the Cochin Devasam Board. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ആൻസർ പറയാം. ആൻസർ പറയാം അല്ലേ? അത് പറയാം. നെഗറ്റീവ് ആവും, പക്ഷെ ആൻസർ അത് പോവല്ലോ. അപ്പൊ തെറ്റി പറയരുത്. ഇനിയും ക്ലൂ കൺഫേം ചെയ്തിട്ട് പറയാം എങ്ങനെയാണെന്ന് വെച്ചാൽ. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ട് ജോലി ചെയ്തിട്ടുള്ള അടുത്ത ക്ലൂ കൂടെ കേൾക്കാം അല്ലേ സാറേ? ജസ്മിൻ, അത് തന്നെ അടുത്ത ക്ലൂ. He was an artist at the All India Radio. അല്ല, ഹീസ് എ നോട്ടഡ് ഇൻഡസ്ട്രിയിൽ. അയാള് സിനിമാ നടനാണെന്ന് പറയുന്നില്ലല്ലോ. സിനിമാ നടനാണ്. ക്വസ്റ്റ്യൻ അതാണ്. ആക്ടർ എന്നാണ് ക്വസ്റ്റ്യൻ. അയാളുടെ മകനാണ് ഫേമസ് ആക്ടറാണ്. ഓൾ ഇന്ത്യ റേഡിയോയിലവിടെ വർക്ക് ചെയ്യുന്ന ആളാണ് അല്ലേ? നടനായിരിക്കണമെന്നില്ല, ഇൻഡസ്ട്രിയലിസ്റ്റ് ആണ്. നടനാണ് അദ്ദേഹം. അയാൾ ഇൻഡസ്ട്രിയലിസ്റ്റും ആണ്. അയാളുടെ മകൻ ആക്ടറും ഒരു ആക്ടറാണ്. ആക്ടറാണ്.
അടുത്ത കേട്ടാലോ? നെഗറ്റീവ് പോണ്ട. ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് വൺ. He, along with Balan K. Nair, played most of the negative roles in Malayalam cinema during the late 70s and 80s. ടി ജി രവി അല്ലേ? ടി ജി രവി. ടി ജി രവി ആണ്. ടി ജി രവി ആയിരിക്കണം. ടി ജി രവി ഉറപ്പിക്കുകയാണ്. ആൻസർ നോക്കാം. കറക്റ്റ് ആൻസർ ആയിരുന്നു. നമ്മൾ ഗസ് ചെയ്തതാണ്, പക്ഷെ അതിന് തെറ്റിപ്പോയാലോ? അദ്ദേഹം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരിൽ നിന്നാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി എടുത്തത്. അദ്ദേഹത്തിന്റെ മകനും ആദ്യം ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആയി, പിന്നീട് അച്ഛന്റെ പോലെ തന്നെ ഫിലിം മേഖലയിലേക്ക് വന്നു. പിന്നെ രവി കൺസ്ട്രക്ഷൻസ് എന്നൊരു കമ്പനി തൃശ്ശൂർ ബേസ് ചെയ്ത് അവര് നടത്തിക്കൊണ്ടുപോകുന്നുണ്ട്. ഇത് പറഞ്ഞ പോലെ തന്നെ 80s-ലും 70s-ലും തൃശ്ശൂര് ശൈലിയിൽ സംസാരിച്ചു വന്ന ഒരു വില്ലൻ കഥാപാത്രമായിട്ടാണ് അദ്ദേഹം ആദ്യം സ്ക്രീനിൽ എത്തിയത്. അപ്പോ 5 points ആണ് ഇതിൽ ഫാക്കൽറ്റീസിന് കിട്ടിയത്. ഈ ക്വസ്റ്റ്യൻ സ്റ്റുഡൻസിനോടാണ്. Who is this famous lyricist? A degree holder in mathematics and civil engineering. ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? Students? ഇല്ല, അടുത്ത ക്ലൂ കേൾക്കുമല്ലേ? അടുത്ത ക്ലൂ. Worked as an assistant town planner under Government of Kerala. അറിയോ? ഇല്ലല്ലോ. അടുത്ത ക്ലൂ. Third clue. He is also the author of the well-known literary work Prem Nasir എന്ന പ്രേമഗാനം. ഒരു സിവിൽ എഞ്ചിനീയർ ആണ്, അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ ആയി വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു വെൽ നോൺ ലിറ്റററി വർക്ക് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എന്തോ ഇല്ല. അറിയില്ലല്ലോ. അപ്പൊ അടുത്ത ക്ലൂ എടുക്കല്ലേ? അടുത്ത ക്ലൂ. Next clue. He won the National Award for Best Book on Cinema Film, Kanakkum Kavithayum. അറിയോ? ശ്രീകുമാരൻ. ആരാ? ശ്രീകുമാരൻ. അറിയോ? മറ്റാൾക്കറിയോ? ഇല്ല എനിക്ക് അറിയില്ല. അടുത്തോട് കേട്ടു നോക്കാം. ഒന്നോടെ കേൾക്കുന്നു. എങ്ങനെയാ പറയുന്നു? കേൾക്കാം. അടുത്ത പറട്ടെ. Next clue. Widely known as ഹൃദയരാഗങ്ങളുടെ കവി. അറിയോ? അല്ലേ? ഉറപ്പിക്കാം. Answer. പറഞ്ഞു. ശ്രീകുമാരൻ. ആരാണ്? ശ്രീകുമാരൻ. മുഴുവൻ പേര് പറയാമോ? ആൻസർ കറക്റ്റ് ആണ്. ശ്രീകുമാരൻ തമ്പിയാണ്. ആൻസർ കറക്റ്റ് ആണ്. ശ്രീകുമാരൻ തമ്പി. ശ്രീകുമാരൻ തമ്പിയാണ് ആൻസർ. അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ല. ഒരു രചയിതാവിനുപരി പിന്നെ അദ്ദേഹം ഒരു ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ ബുക്സ് എഴുതിയിട്ടുണ്ട്, പ്രൊഡ്യൂസർ ആയിട്ടുണ്ട്. അതേപോലെ ഒരുപാട് അനവധി മേഖലകൾ കൈവരിച്ച ഒരു വ്യക്തിയാണ് ശ്രീകുമാരൻ തമ്പി. അപ്പോൾ ശ്രീകുമാരൻ തമ്പിയാണ് കറക്റ്റ് ആൻസർ. 5 points ആണ് ഇവിടെ സ്റ്റുഡൻസിന് ലഭിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫാക്കൽറ്റീസിനോടുള്ള ക്വസ്റ്റ്യൻ ആണ്.
Identify this music director. He did his graduation in electrical engineering. റിസ്ക് എടുക്കണ്ട കേട്ടോ റിസ്ക് അനീഷ, റിസ്ക് എടുക്കണ്ട. എടുക്കണ്ട. ആ, എം ആളെ മനസ്സിലായല്ലോ. ജയചന്ദ്രനാണ് ചാൻസ്. അതെ അതെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. Second clue. He composed 2 well-known songs in remembrance of his late parents. അത് മറ്റേ ഒന്ന് അമ്മ മഴക്കാറ്. He composed 2 well-known songs in remembrance. അപ്പൊ അമ്മ മഴക്കാലം, ഇന്നലെ എന്റെ നെഞ്ചില്. അപ്പം പറഞ്ഞല്ലോ, എം ജയചന്ദ്രൻ. എം ജയചന്ദ്രൻ. M. Jayachandran, right answer ആണ്. സോങ്സും റൈറ്റ് ആൻസർ ആയിരുന്നു. അപ്പോ ഇദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ബിടെക് കംപ്ലീറ്റ് ചെയ്തത് TKM കോളേജിൽ നിന്നാണ്. തുടർന്ന് MTech കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്തിൽ നിന്ന് പൂർത്തിയാക്കി. പിന്നെ സോങ്സ് നേരത്തെ പറയുകയുണ്ടായി. അതേപോലെ തന്നെ അദ്ദേഹത്തിന് എന്നും നിന്റെ മൊയ്തീൻ എന്ന ഫിലിമിൽ ഒരു നാഷണൽ അവാർഡ് കൂടി ലഭിക്കുകയുണ്ടായി. അപ്പോ ഇവിടെ നമുക്ക് ഫാക്കൽറ്റീസിന് 20 പോയിന്റ്സ് ആണ് ലഭിച്ചിരിക്കുന്നത്. അവര് സെക്കൻഡ് ക്ലൂവിലാണ് ആൻസർ പറഞ്ഞത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹൂസ് ദിസ് ഡയറക്ടർ? സ്റ്റുഡൻസിനോടാണ്. Did his Bachelor of Technology in Electronics and Communication. ഒരു ഡയറക്ടർ ആണ്. അടുത്ത ക്ലൂ നോക്കാം. അറിയോ? He is the founder of the Birds Club International and is actively involved in philanthropic work. Birds Club International ന്റെ ഫൗണ്ടർ ആണ്. ഒരു ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയർ ആണ്. അറിയില്ല, ആർക്കെങ്കിലും അറിയോ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? തേർഡ് ക്ലൂക്ക് പോവാം. ജയരാജ് അങ്ങനത്തെ ആരോ ആണ്. ജയരാജ്. ഉറപ്പ്? ജയരാജ് ഉറപ്പില്ല. ജയരാജ് രാജശേഖരൻ അങ്ങനെ ഹേമന്ത് വീഡിയോ ഓൺ ആക്കൂ. ജയരാജ് രാജശേഖരൻ അങ്ങനെ ജയരാജ് അല്ലേ? പറയണോ? ഉറപ്പില്ല. അടുത്ത ക്ലൂ നോക്കൂ. ഉറപ്പില്ല. എങ്ങനാ? ഉറപ്പില്ല. അടുത്ത ക്ലൂ പോകണം. അടുത്ത ക്ലൂ വേണോ? എങ്ങനെ? അടുത്ത ക്ലൂ നിൽക്കണോ അതോ പറയുന്നു? എനിക്ക് യാതൊരു ഐഡിയ ഇല്ല കേട്ടോ. ഓക്കെ, അടുത്ത ക്ലൂ ആണോ? ഓക്കെ, ജയരാജ് ആയിട്ട് മുന്നോട്ട് പോവാണ്. നമുക്ക് ബാക്കി ക്ലൂ കൂടി ഒന്ന് നോക്കാം. One of his movies became the first ever Malayalam movie to have swept all the top awards in the 20-year history of IFFK. He is also a 7-time recipient of the National Film Awards, famous with his 9 film series project. Audience, answer correct ആണോ? correct ആണ്. ജയരാജ്. ജയരാജ് ആണ് ആൻസർ. അദ്ദേഹം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്ത് നിന്നാണ് പഠിച്ചിറങ്ങിയത്. തുടർന്ന് അദ്ദേഹം ഡയറക്ടർ ഭരതന്റെ ശിഷ്യനായിട്ടാണ് ഫിലിം ഫീൽഡിലേക്ക് എത്തുന്നത്. നമുക്കറിയാം അദ്ദേഹത്തിന്റെ നവരസങ്ങൾ എന്ന് പറയുന്ന ഒരു ഫിലിം സീരീസ് വീരം, ശാന്തം, ഹാസ്യം, കരുണം എന്നിങ്ങനെ ഒട്ടനവധി നല്ല ഫിലിംസ് അദ്ദേഹം സൃഷ്ടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒറ്റാൽ എന്ന ഫിലിമാണ് ഈ പറയും പോലെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ കേരളയില് ഒട്ടനവധി അവാർഡുകൾ വാരിക്കൂട്ടിയ ഒരു ചലച്ചിത്രമായിരുന്നു. അന്ന് ഒരുപാട് പ്രേക്ഷക പ്രശംസ നേടിയ ഒരു ചലച്ചിത്രമായിരുന്നു അത്. അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോറി, ഇവിടെ സ്റ്റുഡൻസിന് 20 പോയിന്റ്സ് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അവര് സെക്കൻഡ് ക്ലൂവില് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ ക്വസ്റ്റ്യനില് സ്റ്റുഡൻസിന് 20 പോയിന്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫാക്കൽറ്റീസിനോട്. Who's the actor? A graduate in computer science engineering.
കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിൽ ഗ്രാജുവേഷൻ ഉള്ള ഒരു ആക്ടർ. സാറേ അടുത്ത് നോക്കാല്ലേ? നെക്സ്റ്റ് ക്ലൂ. ഹോൾഡ്സ് എ ഡിഗ്രി ഫോർ കഥകളി ഫ്രം കേരള കലാമണ്ഡലം. ആക്ടർ ആണോ ആക്ട്രസ് ആണോ? ആക്ടർ ആണ്. കഥകളിയൊക്കെ കളിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു രൂപം ഒക്കെ. വിനീതാണോ? കഥകളി വിനീത അല്ലല്ല അല്ലല്ല. കഥകളി അല്ലേ? കഥകളി കഥകളി പഠിച്ചിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ ആക്ടർ. കഥകളി പഠിച്ചിട്ടുള്ള ആക്ടർ. ആ അത് നമുക്ക് അടുത്തേക്ക് വിട്ടാലോ? അടുത്ത ക്ലൂ. Okay, next clue please. Trained in major martial arts like Kalari, Karate and so on. കളരി, കരാട്ടെ എന്നീ കലകളിലൊക്കെ പ്രാവീണ്യം നേടിയിട്ടുണ്ട്. എനിക്ക് ഒരു ആക്ടർ ആണ്. ബാബു ആന്റണി കേരള കലാമണ്ഡലത്തില് ഇന്ന് ഡിഗ്രി എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു കഥകളിക്ക്. ഇല്ല, ഒരു സംശയം. അന്ന് കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ ഉണ്ടോ? കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഒക്കെ ഉണ്ടോ അന്ന്? അതൊരു പോയിന്റ് ആണ്. മാർഷൽ ആർട്സ് അങ്ങേർക്കേ ഉള്ളു. പക്ഷെ കലാമണ്ഡലത്തിൽ നിന്ന് കഥകളി ഉണ്ട്. കഥകളി ഉണ്ടോ? ഇപ്പോഴത്തെ നടന്മാര് നമ്മുടെ ഇയാള് സണ്ണി വെയിൻ ഇല്ലല്ലോ. എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല അവരുടെ ബാക്ക്ഗ്രൗണ്ട്. അടുത്ത ക്ലൂയിലോട്ട് പോവാം. അടുത്ത ക്ലൂയിലോട്ട് പോവാം. അടുത്ത ക്ലൂയിലോട്ട് പോവാം. His acting career started in Bollywood. അദ്ദേഹം ഒരു നടനാണ്. മലയാളത്തിലും ബോളിവുഡിലും അഭിനയിച്ചിട്ടുണ്ട്. മറ്റേ ഇങ്ങനല്ലേ എന്താണ് അനാർക്കലി സിനിമയിൽ അഭിനയിച്ചത്? സംസ്ഥാന അവാർഡ് കിട്ടിയ സുദേവ് നായർ അല്ലേ? സുദീപ് നായർ. ഇങ്ങ് പോട്ടെ അല്ലേ? വിട്ടേക്കാല്ലേ? ഉറപ്പിക്കട്ടെ? സുദേവ് നായർ. ഓക്കെ, ഓഡിയൻസ് സുദേവ് നായർ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട് ബെസ്റ്റ് ആക്ടർ. ആൻസർ നോക്കാം. അതെ, കറക്റ്റ് ആൻസർ ആണ്. 10 പോയിന്റ്സ് ആണ് ലഭിക്കുക. സുദേവ് നായർ NIT നാഗ്പൂരിൽ നിന്നാണ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങിയത്. അപ്പോൾ അദ്ദേഹത്തിന് മൈ ലൈഫ് പാർട്ട്ണർ എന്ന മൂവിക്കാണ് നാഷണൽ അവാർഡ് ലഭിച്ചത്. അതേപോലെ തന്നെ കളരി, കരാട്ടെ എന്നീ മാർഷൽ ആർട്സിലൊക്കെ പ്രാവീണ്യം നേടിയിട്ടുണ്ട്. ഒരു ബോഡി ബിൽഡർ കൂടിയാണ് അദ്ദേഹം. നാഷണൽ അവാർഡാണോ സ്റ്റേറ്റ് അവാർഡാണോ? സ്റ്റേറ്റ് അവാർഡ്. 2014 കണ്ടുകിട്ടിയിരുന്നു ഫസ്റ്റ് ഫിലിമിന്. തെറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. സ്റ്റേറ്റ് അവാർഡാണ് ലഭിച്ചത്. അത് ഷെയർ ചെയ്താന്ന് തോന്നുന്നു. ആരുമായിട്ട് ഷെയർ ചെയ്തു. നിവിൻ പോളി ആയിട്ടാണ് തോന്നുന്നു. നിവിൻ പോളി ആയിട്ട് ഷെയർ ചെയ്തു. ഓക്കെ, 10 പോയിന്റ്സ് നോട്ട് ചെയ്തില്ലേ? നമ്മുടെ കോളേജിലെ അവസാനത്തെ ബ്രാഞ്ച് അതേതാണോ അതാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യനോട് ഈ ക്വിസ് ഇവിടെ അവസാനിക്കും. ഹൂസ് ദിസ് ഡയറക്ടർ? ബ്രാഞ്ച് ഏതാവും? അതെ, ഗ്രാജുവേറ്റ് ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി. അറിയോ?
ഇല്ല എനിക്കറിയില്ല. സെക്കൻഡ് ക്ലൂ വന്നു. ഹിസ് റൈറ്റിംഗ് കരിയർ ബിഗാൻ വിത്ത് ടെലിവിഷൻ സീരീസ്. ടെലിവിഷൻ സീരിയലിന്റെ ഒരു രചയിതാവായിരുന്നു അദ്ദേഹം. അപ്പോ ഇൻഫർമേഷൻ ടെക്നോളജി പഠിച്ചിറങ്ങിയ ഒരു ഡയറക്ഷൻ മേഖലയിൽ. എന്തെങ്കിലും ഗസ് ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല. ഓക്കെ, അടുത്ത ക്ലൂലോട്ട് പോവാം. എന്തിനറിയോ? എന്തോ അടുത്ത ക്ലൂ. Okay, third clue. He has won Kerala State Best Debate Director Award. ആദ്യ ചിത്രത്തിൽ തന്നെ ബെസ്റ്റ് ഡിബേറ്റ് ഡയറക്ടർക്കുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ട്. തോന്നുന്നില്ല. ഒരു ഡയറക്ടർ ആണ്. വി കെ പ്രകാശ് വല്ലോ ആണോ? സംശയമുണ്ട്, ഐഡിയ ഇല്ല. വി കെ പ്രകാശ് അറിയോ? ഇല്ല എനിക്കറിയില്ല. അടുത്ത ക്ലൂ. ഒരു മിനിറ്റ് ക്ലൂ പറയല്ലേ. അവരിപ്പോ എത്ര പോയിന്റ് ലീഡ്? എത്ര? 10 അല്ലേ? അടുത്ത ക്ലൂ ഞങ്ങൾ ആൻസർ പറഞ്ഞാൽ ഞങ്ങൾക്ക് എത്ര പോയിന്റ് കിട്ടും? 10 പോയിന്റ്. എങ്ങനെയാ പറയണോ? എനിക്കറിയില്ല. എനിക്കൊരു പിടുത്തമില്ല. ഒരു ഊഹം. എനിക്കെന്തോ ഡൗട്ടാണ് പുള്ളിയാണോ. ഒന്നുകൂടി കേട്ട് നോക്കണം. ടൈം എക്സൈഡ് ചെയ്യുന്നു. ഓർമ്മയോട് പറഞ്ഞു. അടുത്ത ക്ലൂ പറട്ടെ. Owns a production company named Dreams and Beyond. ഒരു ഐഡിയ ഇല്ല. ഒരു പ്രൊഡക്ഷൻ കമ്പനി ഒക്കെ സ്വന്തമായിട്ടുള്ള ഡയറക്ടറാണ്. ബെസ്റ്റ് ഡിബേറ്റ് ഡയറക്ടർക്കുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അറിയോ? ഇല്ലല്ലോ. എനിക്ക് ഒരു പിടുത്തമില്ല എങ്ങനെയാണ്. എന്നാൽ ഇതില് പറഞ്ഞു, അടുത്തതില് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. രഞ്ജിത് ശങ്കറാണ് അന്ന് പറഞ്ഞു. രഞ്ജിത് ശങ്കർ ഇവിടെ ഓർപ്പിച്ചിട്ടുണ്ട്. അപ്പോ ഓഡിയൻസ് ആൻസർ കറക്റ്റ് ആണോ? വി കെ പ്രകാശ് അല്ലേ സാർ? നമ്മുടെ ബ്രാഞ്ചാണ്. 10 പോയിന്റ്സ് ലഭിച്ചിരിക്കുകയാണ്. പുണ്യാളൻ അഗർബത്തി, സൂസു, സുതിവാത്മികം, നേരിക്കുട്ടി, അങ്ങനെ പ്രേതം, അങ്ങനെ ഒട്ടനവധി ഫിലിംസ് ജയസൂര്യ എന്ന നടന്റെ കൂടെ ചെയ്തിട്ടുണ്ട്. പിന്നെ 2009 പാസഞ്ചർ എന്ന മൂവിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് ലഭിച്ചത്. മെയ്സ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എന്നാണ് ഇൻഫർമേഷൻ ടെക്നോളജിക്ക് ബിടെക് ഡിഗ്രി ലഭിച്ചത്. സ്റ്റുഡൻസ് എത്ര പോയിന്റ്? 10 പോയിന്റ്സ് ആണ്. ഫോർത്ത് ക്ലൂലാണ് ആൻസർ പറഞ്ഞത്. ഓക്കെ, അപ്പൊ സ്കോർ നോക്കിയേ. വളരെ ആവേശകരമായ അഞ്ചാമത്തെ റൗണ്ട് ഇവിടെ തീരുന്ന സമയത്ത് വളരെ നോട്ടബിൾ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നെഗറ്റീവ് ഉള്ള റൗണ്ടായിട്ട് കൂടി ഒരു ടീം നെഗറ്റീവ് പോയിന്റ്സ് സ്കോർ ചെയ്തിട്ടില്ല. ഫാക്കൽറ്റി ടീംസ് 35 സ്കോർ ചെയ്തുകൊണ്ട് ടോട്ടൽ 115ഉം, അതേപോലെ തന്നെ സ്റ്റുഡൻസും 35 സ്കോറോടുകൂടി 115ലേക്കാണ് വന്നിട്ടുള്ളത്. അതെ, വളരെ വാശിയേറിയൊരു പോരാട്ടമായിരുന്നു. അപ്പൊ അവരോട്
ഈ ടൈ ബ്രേക്കർ അവരോട് പറയൂ, 4 പേരെടുത്തും പറയൂ. അത് അല്ല, 6 പേരും റെഡി ആയിട്ടിരിക്കണം. ആരാണോ ആദ്യം ആൻസർ ചെയ്യുന്നത് ഓരോ ഇതുപോലത്തെ ഇപ്പൊ ഈ വന്ന റൗണ്ട് പോലത്തെ ക്ലൂസ് തന്നെ ആയിരിക്കും. ഓക്കെ, നോട്ട് അബൌട്ട് ദാൻ എഞ്ചിനീയർ, ഒരു സിനിമയെ പറ്റി ആയിരിക്കും. അപ്പൊ അത് ഓരോ ക്ലൂവും റിവീൽ ചെയ്യുമ്പോൾ ആർക്കാണോ ആദ്യം പറയാൻ പറ്റുന്നത് അവര് പറയുക. അത് മാത്രമേ നമുക്ക് ഓപ്ഷൻ ഉള്ളൂ. കാരണം ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, ഓരോ ക്ലൂസ് ആയിട്ട് റിവീൽ ചെയ്യാം. അപ്പം നിങ്ങളിൽ ആർക്കാണോ ആദ്യം അത് ഐഡന്റിഫൈ ആവുന്നത്. ഓക്കെ, അപ്പൊ ഈ 6 പേരും റെഡി ആണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, റെഡിയാണ്. റാൻഡം ഹിറ്റ് ആണ്. ഇതില് നെഗറ്റീവ് ഉണ്ടോ അപ്പം? ഇല്ല, ഇത് ആദ്യം പറയുന്ന ആള് നെഗറ്റീവ് ഒന്നുമില്ല. പക്ഷെ ഒരൊറ്റ ആൻസറേ പറയാൻ പറ്റത്തുള്ളൂ. അതായത് അത് തെറ്റാണെങ്കിൽ അടുത്ത ക്ലൂവിലോട്ട് പോയിട്ട് അടുത്ത ആൻസർ പറയുക. ഓക്കെ, ഓക്കെ, സ്റ്റാർട്ട് ചെയ്യണം. ഗോപിക. I'm inspired from the movie Who Will Love My Children. ഓക്കെ, അടുത്ത ക്ലൂവിലോട്ട് പോവാം. Okay. Second clue. I'm one among the longest running Malayalam films. ദൃശ്യം. പഞ്ചാഗ്നിയാണോ? ദൃശ്യം. രണ്ടെണ്ണം പറഞ്ഞു. ദൃശ്യം, പഞ്ചാഗ്നി രണ്ടും റോങ് ആൻസർ ആണ്. Wrong answer. ആകാശദൂത്. ആകാശദൂത് റൈറ്റ് ആൻസർ. ആകാശദൂത്. Okay, faculties correct answer പറഞ്ഞു. 10 points അല്ലേ? അതെ. ഓക്കെ, അപ്പോ ക്വിസ് നമ്മള് ഇവിടെ വളരെ വാശിയേറിയ ക്വിസ് അവസാനിച്ചിരിക്കുകയാണ്. അറ്റ് ദ എൻഡ് ഫാക്കൽറ്റീസ് ടൈ ബ്രേക്ക് ചെയ്ത് അവര് ഉത്തരം പറഞ്ഞു. ആകാശദൂത് റൈറ്റ് ആൻസർ ആണ്. അങ്ങനെ അവര് ഈ ക്വിസിൽ വിജയികളായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള മൊമെന്റോ നമ്മൾ കോളേജ് തുറക്കുമ്പോഴത്തേനെ അവിടെ വന്നിട്ട് പ്രസന്റ് ചെയ്യും. ഓക്കെ, ഇനി ജെറിന് മൈക്ക് എടുക്കാം. കൺഗ്രാറ്റുലേഷൻസ് ഡിയർ ഫാക്കൽറ്റീസ്. ആവേശകരമായ മത്സരമായിരുന്നു. അവസാന റൗണ്ട് വരെ ഇഞ്ചോടിഞ്ച് പോരാടി. എല്ലാവരും ഇതിനകത്തിപ്പോൾ ഒരു ഗ്രൂപ്പ് വിജയിച്ചു എന്നുള്ളൂ. 2 പേരും തുല്യശക്തരാണ്, ഒരേ ഒരു അറിവുള്ളവരാണ്. ആൻഡ് ഓഡിയൻസ് ഏറ്റവും അധികം ആൻസർ പറഞ്ഞത് ഓഡിയൻസ് ആണ്. സോ വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. പരാജയപ്പെട്ടിട്ടില്ല. 2ാം സ്ഥാനം നേടിയവർക്കും ഇനി അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇനി അടുത്തത് ഔദ്യോഗികമായി